ശഅബാൻ മാസത്തിന്റെ വില നിനക്കറിയാത്തത് കൊണ്ടാ ചെറുപ്പക്കാരാ. മോനെ, നിനക്ക് ഈ മാസത്തിന്റെ വില നിനക്ക് റമദാൻ മാസത്തിന്റെ മഹത്വമല്ലേ അറിയൂ. എങ്കിൽ ഈ ശഅബാൻ എന്ന് പറയുന്ന ഈ മാസത്തിനൊരു മഹത്വമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ശഅബാൻ ഹുവൽ മുകഫിറൂ. മോനെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഈ മാസം പാപം പൊറുക്കുന്ന മാസമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മോനെ, ഈ മാസത്തിനൊരു പ്രത്യേകതയുണ്ടടാ. റമളാൻ മാസത്തിൽ മാത്രമല്ല പാപം പൊറുക്കുന്നത്, റമളാൻ മാസത്തിൽ മാത്രമല്ല പാപം പൊറുക്കുന്നത്. മോനെ, ശഅബാന്റെ മാസമുണ്ടല്ലോ, മുത്തുനബിയുടെ മാസമല്ലേ. ഈ മുത്തുനബിയുടെ കയ്യിൽ പിടിച്ചല്ലേ നിനക്ക് സ്വർഗത്തിൽ പോകേണ്ടത്. ഈ മുത്തുനബിയുടെ ശഫാഅത്തല്ലേ നീ കൊതിക്കുന്നത്. ഈ മുത്തുനബിയുടെ കയ്യിൽ നിന്നല്ലേ ഹൗലുൽ കൗസർ വാങ്ങി കുടിക്കേണ്ടത്. എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരോട്, എന്റെ പെങ്ങന്മാരോട്, എന്റെ വാപ്പമാരോട്, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നിനക്ക് ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങളുണ്ടല്ലോ. അല്ലാഹുവേ, ഞാൻ ചെയ്ത പാപം, നിങ്ങൾ ചെയ്ത പാപം, ഞങ്ങളുടെ രഹസ്യവും പരിസവും അറിഞ്ഞും അറിയാതെയും ഒറ്റയ്ക്കും കൂട്ടായും പടച്ചവരെ ധിക്കാരത്തോടെ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ കണക്കറിയുമോ? അല്ലാഹുവേ, ഈ പ്രായത്തിൽ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും ഒരുപാട് ചെയ്തില്ലേടാ ചെറുപ്പക്കാരാ. ഈ സദസ്സിലിരിക്കുന്ന 60 വയസ്സുള്ള വാപ്പ ചെയ്യാത്ത പാപം നിന്റെ 25 വയസ്സിന്റെ ഇടയിൽ ചെയ്തില്ലേടാ ചെറുപ്പക്കാരാ. 20 വയസ്സിന്റെ ഇടയിൽ ചെയ്തില്ലേടാ ചെറുപ്പക്കാരാ. നിന്റെ പ്രായം ചെന്ന നിന്റെ ഉമ്മ ചെയ്യാത്ത പാപം, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, 50 വയസ്സുള്ള നിന്റെ ഉമ്മ ചെയ്യാത്ത പാപം 18ാമത്തെ വയസ്സിൽ ചെയ്തു പോയ പെങ്ങളെ എവിടെ കൊണ്ടാ കഴുകിക്കളയുന്നത്? ഏത് കഅബാലയത്തിന്റെ കില്ല പിടിക്കാരാ? അതുകൊണ്ട് ജീവിതത്തിൽ പാപങ്ങളുടെ കൂമ്പാരവുമായി നടക്കുന്നവരോട്, പാപങ്ങളുടെ കൂമ്പാരവുമായി നടക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഒന്ന് കഴുകിക്കളയണ്ടേ, ഒന്ന് കഴുകിക്കളയണ്ടേ ചെറുപ്പക്കാരാ. ഈ പരിശുദ്ധമായ ശഅബാൻ മാസമുണ്ടല്ലോ, ഈ മാസത്തിൽ പടച്ചറപ്പിന്റെ മുന്നിൽ തന്റെ ഇരു കരങ്ങളെ ഉയർത്തിയിട്ട് ഏതെങ്കിലും ഒരു പാതിരാത്രി അല്ലാഹുവിന്റെ ദർബാറിലേക്ക് നിന്റെ കൈകൾ ഉയർത്തിയിട്ടൊന്ന് കരയാൻ കഴിയോ? ഓരോന്നായിട്ട് പറയടാ. ചെയ്തു പോയ ഓരോ പാപവും അല്ലാഹുവിന്റെ മുന്നിൽ വ്യഭിചരിച്ചെങ്കിൽ നീ പറയണം, അല്ലാ, ഞാൻ വ്യഭിചരിച്ച തമ്പുരാന്. കള്ളു കുടിച്ചെങ്കിൽ പറയണം, ഞാൻ കള്ളു കുടിച്ച് പടച്ചവര്. പലിശ തിന്നെങ്കിൽ പറയണം, ഞാൻ പലിശ തിന്ന് പടച്ചവര്. നമസ്കാരം കളഞ്ഞെങ്കിൽ പറയണമല്ലാ. പള്ളിക്കകത്ത് നമസ്കാരം നടക്കുമ്പോ പള്ളിയുടെ മുന്നിലൂടെ നടന്നു പോയിട്ട് പോലും ഞാൻ പള്ളിക്കകത്ത് കേറാത്തവനാ അല്ലാ. ഓരോന്നും എണ്ണി പറയണം ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, 18 കൊല്ലം പൂറ്റി വളർത്തിയ മാതാപിതാക്കള്, ഒരുപാട് പ്രതീക്ഷയും ഒരുപാട് സ്വപ്നങ്ങളും. ആര് തെറ്റ് ചെയ്താലും എന്റെ പൊന്നുമകളെ തെറ്റ് ചെയ്യില്ല എന്ന വിശ്വാസത്തോടുകൂടി ഇത്രയും കാലം നിന്നെ പൂറ്റി വളർത്തിയ ഉമ്മാരെയും ബാപ്പാരെയും വഞ്ചിച്ച പെൺമക്കളെ, വഞ്ചിച്ച ചെറുപ്പക്കാരാ, മാതാവിന്റെയും പിതാവിന്റെയും പ്രതീക്ഷ മുഴുവനും തകർത്ത് തരിപ്പണമാക്കിയവരാ. എന്നെ അല്ലാഹുവോട് പറയടാ, വീട്ടിൽ പടച്ചവനെ ഒരു സാലികത്തായ പെണ്ണിനെ മഹർ കൊടുത്ത് വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അല്ലാഹു ഹലാലാക്കി ഒരു പെണ്ണിനെ തന്നപ്പോ അവളെ കളഞ്ഞിട്ട് കണ്ടവളുടെ കൂടെ ഇറങ്ങിപ്പോയ ചെറുപ്പക്കാരാ, ഒരല്പനേരത്തെ സുഖത്തിന് വേണ്ടി വീടിന്റെ അകത്ത് നിനക്ക് വേണ്ടി ഓരോ വക്കത്തും നിസ്കരിച്ചിട്ട് കരഞ്ഞ് കരഞ്ഞെന്റെ ഭർത്താവിനെ കാക്കണയല്ല, എന്റെ ഭർത്താവിനെ കാക്കണയല്ല എന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്ന നിന്റെ ഭാര്യ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ ഈ ശഅബാനിന്റെ രാത്രി റബ്ബിനോട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഗൾഫ് നാടുകളിൽ കിടന്ന് കഷ്ടപ്പെടുന്ന അറബികളുടെ അടിമയെ പോലെ പടച്ചവനെ കഠിനമായ ചൂടത്ത് കുപ്പൂസും വെള്ളവും കടിച്ചുകൊണ്ട് അവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന നിന്റെ
ഭർത്താവ്. പടച്ചവരെ, രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് വേണ്ടി രക്തം വിയർപ്പാക്കാ പോകുന്ന നിന്റെ ഭർത്താവ്, ആ ഭർത്താവിനെ വഞ്ചിച്ച ഏതെങ്കിലും പെണ്ണുണ്ടോ? ശഅബാനിന്റെ രാത്രിയാ, മുത്തുനബിയുടെ മാസവാ. പടച്ച റബ്ബിന്റെ മുന്നിൽ കരയണമെങ്കിൽ കരഞ്ഞോ, തൗബ ചെയ്യണമെങ്കിൽ തൗബ ചെയ്തോ. പാപങ്ങൾ പുറക്കുന്ന മാസവാ. ഒരു പേടിയും വേണ്ട, ഒരു ലജ്ജയും വേണ്ട, നാണമില്ലാതെ റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞു. കാരണം അള്ളയാരെന്നറിയോ?